വൻ ശമ്പളം പറ്റുന്ന വലിയ ഉദ്യോഗസ്ഥർക്ക് ഈ ശമ്പളമൊന്നും തികയുന്നില്ല. ആർത്തിയാണ് കാരണം. എവിടുന്നും പണം കിട്ടണം, അതിന് ആരെ പിഴിഞ്ഞായാലും പണം ഉണ്ടാക്കണം. ആ ഒരു കാഴ്ചപ്പാടിലൂടെയാണ് സമൂഹം ഇന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഒരു ഉദാഹരണമാണ് ഇപ്പോൾ അലക്സ് മാത്യു എന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് സംഭവിച്ചിരിക്കുന്നത്. അയാൾ ചാർജ് എടുത്തത് മുതൽ ഈ ഗ്യാസ് ഏജൻസി ഉടമകളെ അങ്ങ് പിഴിയുകയാണ്, ഒരു നിവൃത്തിയില്ല. അപ്പോൾ മനോജ് എന്ന് പറയുന്ന ഒരു ഗ്യാസ് ഏജൻസി ഉടമ അയാളുടെ അടുത്ത് വിളിച്ച് പറഞ്ഞു, IOCയുടെ ഈ പവറൊക്കെ അറിയാമല്ലോ, നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ, ഉപഭോക്താക്കളെ എല്ലാം അത് വേണമെന്നുണ്ടെങ്കിൽ വിന്യസിപ്പിച്ച് വേറെ ആ ഗ്യാസ് ഏജൻസിയിലേക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ പണം ആര് തരുന്നോ അവിടേക്ക് കൊടുക്കും. അപ്പോൾ അതിന് 10 ലക്ഷം രൂപയാണ് അതിന് കൈക്കൂലി ചോദിച്ചത്. അപ്പോൾ ഈ മനോജിനെ സംബന്ധിച്ചിടത്തോളം മനോജ് പറയുന്നത് ഗ്യാസ് ഏജൻസിയിൽ നിന്ന് ഇപ്പോൾ അത്രയൊന്നും കാശുണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റത്തില്ല. കക്ഷി ചെക്കൻ തട്ടിമുട്ടി പോകുന്നുള്ളതല്ലാതെ അതിൽ നിന്ന് പണ്ടത്തെ ലാഭമൊന്നും ഇപ്പോൾ ഗ്യാസ് ഏജൻസിയിൽ നിന്ന് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ നോക്കിക്കോണം, പണ്ടൊക്കെ ഗ്യാസൊക്കെ മറിച്ച് ധാരാളം കൊടുക്കുമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സ്കോപ്പ് വളരെ കുറവാണ്. അതിന് കാരണം ഈ ഇടപാടൊക്കെ ഡിജിറ്റലായിട്ട് മാറിയല്ലോ. ഇത് വന്നു ബുക്കിംഗ് ഒക്കെ എന്നൊക്കെ പറഞ്ഞാൽ ഓൺലൈനാണ് ബുക്കിംഗ്. അതിൻ്റെ കൺഫർമേഷൻ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അത് അവിടെ കൊണ്ടുവന്ന് ഡെലിവറി നടത്തും. അപ്പോൾ ഇതൊക്കെ ഇതൊക്കെ വന്നപ്പോഴോടുകൂടി ഇതിൽ തിരിമറികൾ സ്കോപ്പ് വളരെ കുറഞ്ഞു. പണ്ട് ഗ്യാസ് ഏജൻസികളൊക്കെ ഈ തിരിമറി നടത്തി പണം ഉണ്ടാക്കുമായിരുന്നു. കാരണം ഇപ്പോൾ അന്നൊക്കെ 500 രൂപ വിലയുള്ള ഒരു കുറ്റി ആണെന്നുണ്ടെങ്കിൽ അത് ഒരു 100 രൂപ അധികം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം കയ്യിൽ കിട്ടും. എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല, കിട്ടും. പണ്ട് അങ്ങനെ ഒരുപാട് പേര് വാങ്ങിയിരുന്നു. ഇന്നത് നടക്കുന്ന കാര്യമാണ്. അപ്പോൾ വന്നപ്പോൾ ഗ്യാസ് ഏജൻസികളുടെയൊക്കെ ഈ കൊള്ളലാഭങ്ങൾ അങ്ങ് മാറി, അതങ്ങ് പോയി. അവർക്ക് വളരെ വളരെ മാർജിൻ കുറവാണ്, ലാഭം വളരെ കുറവാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ കഷ്ടിച്ച് ജീവിച്ചു പോകാൻ പറ്റും ഒരു ഏജൻസി ഉണ്ടെങ്കിൽ. ആ ഏജൻസി സംഘടിപ്പിക്കാനും ഇല്ല, പെട്രോൾ പമ്പ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇതും. വളരെ ബുദ്ധിമുട്ടാണ് ഈ ഏജൻസി സംഘടിപ്പിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ. അതിന് ഒരുപാട് പണച്ചെലവുണ്ട്, അതിനകത്ത് കിമ്പളം കൊടുക്കണം, ഇതെല്ലാം വേണ്ടി വരും. ഇതുമെല്ലാം കഴിഞ്ഞാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ ചോദിച്ചപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. കാരണം ഇയാൾ കൊടുക്കാൻ ഒരു മാർഗമില്ല. അപ്പം ഈ അലക്സ് മാത്യുവിന് മനസ്സിലായി ഈ ഡെപ്യൂട്ടി ജനറൽ മാനേജർക്ക് അത് കിട്ടുകയല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ മുതലെടുപ്പിനുള്ള ഒരു മാർഗം എന്താണെന്നറിയോ? അതായത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ IOCക്ക് ഒരു പ്രത്യേക പവർ കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഉപഭോക്താക്കളെ ഒരു ഏജൻസിയിൽ നിന്ന് മറ്റൊരു ഏജൻസിയിലേക്ക് വിന്യസിപ്പിക്കാനുള്ള ഒരു പവർ അവർക്കുണ്ട്. കാരണം അവർക്ക് അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യാം. ഇവിടെ ഓവർ ക്രൗഡറാണ്, അവിടെ പറ്റുന്നില്ല, ആളുകളുടെ ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കസ്റ്റമേഴ്സിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കണം. ഏതായാലും അവസാനം ഒരു നീക്കുപോക്ക് എന്തെങ്കിലും ഉണ്ടാവണമല്ലോ. അവസാനം ഇത് കൊടുക്കാതിരുന്നപ്പോൾ എന്താ ചെയ്തതെന്നറിയോ? ഇയാളുടെ ഏജൻസിയിലെ 1500 കസ്റ്റമേഴ്സിനെ തൊട്ടടുത്ത ഏജൻസിയിലേക്ക് ഇയാൾ മാറ്റി ഇത്രയും ചെയ്തു കൊടുത്തു. അപ്പോൾ അത്രയും ഒരു സഹായം ചെയ്തല്ലോ. അപ്പോൾ അവസാനം ഇയാൾ പോയി കണ്ടു അയാളെ. അവ പറഞ്ഞ്, അത് ഞാൻ പറഞ്ഞല്ലേ എന്നെ വന്ന് കാണണമെന്ന്. അപ്പോൾ നിങ്ങൾ മനോജ് തയ്യാറായില്ലല്ലോ, അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള കൂടെ പോകും എന്നുള്ളതായി. അങ്ങനെ ഇയാൾ പറഞ്ഞു അത് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള ഒരു രീതിയായി. മനോജ് ഇത് വിജിലൻസിനെ വിവരം അറിയിച്ചതിന് ശേഷം തിരുവനന്തപുരത്തേക്കാണ്. ഇവിടുന്ന് ഇയാൾ കാർ ഓടിച്ച് തിരുവനന്തപുരത്ത് പോയി കൈക്കൂലി വാങ്ങിക്കാൻ. അതിൻ്റെ ആ ഉത്സാഹം കണ്ടോ? കൈക്കൂലി വാങ്ങിക്കാനായിട്ട് അവധിയല്ലേ, അവധി ദിവസം ആയതുകൊണ്ട് നേരെ അങ്ങ് പോയി. അവിടെ ചെന്നപ്പോൾ അവിടെ പിടികൂടി വിജിലൻസ് ഇയാളെ എറണാകുളത്തെ വീടുമൊക്കെ പരിശോധിച്ചു. അലക്സ് മാത്യുവിൻ്റെ വീട് പരിശോധിച്ചപ്പോൾ 29 ലക്ഷം രൂപയുടെ നിക്ഷേപ രസീതുകൾ, ചിലപ്പോൾ അതായത് കിട്ടിയ ശമ്പളമോ അല്ലെങ്കിൽ അയാളുടെ വേറെ വിധത്തിൽ പണം അടച്ചതോ പണം ഉണ്ടാക്കിയത് അടച്ചതോ ഒക്കെ ആയിരിക്കാം, മേ ബി, നമുക്കറിയില്ല. പക്ഷെ അത് കൈക്കൂലി ആവാനാണ് സാധ്യത. കറൻസി കുറവാണ്, ഏതാണ്ട് കണ്ടിട്ട് ഏതാണ്ട് 1 ലക്ഷം 1.5 ലക്ഷം രൂപയുടെ തോന്നുന്നുള്ളൂ കണ്ടിട്ട്. ബാക്കി ഇതുപോലെ നിക്ഷേപ രസീതുകൾ അതെല്ലാം വിജിലൻസ് പിടിച്ചെടുത്തു. പിന്നെ അത് കൂടാതെ ഒരു വിപുലമായ മദ്യശേഖരം, അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മൾ കണ്ടതാണ് ഒരു ജോയിൻ്റ് ആർ ടി ഒയുടെ ഇടപാട് നമ്മൾ കണ്ടതാണ്. അതൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള മദ്യം ആണ് അവിടെ വാങ്ങിച്ചു വെച്ചിരുന്നത്. വളരെ വലിയ മദ്യശേഖരമായിരുന്നു ഉണ്ടായിരുന്നത്.
ഏതാണ്ട് അതിന് തത്തുല്യമായിട്ടുള്ള ഒരു മദ്യശേഖരം ഇയാളുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത് അവർക്ക് നിരത്തി വെച്ച് അതിൻ്റെ പണമൊക്കെ കാണുന്നുണ്ട്. ഇത് കൈക്കൂലി വാങ്ങിക്കുന്നത് ഒന്ന് ക്യാഷ് ആയിട്ട് അല്ലെങ്കിൽ കൈൻഡായിട്ട്. ഇപ്പോൾ ഇതിനകത്ത് ഇത് ഒരാളെടുത്ത് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാറേ അത് നമുക്ക് ഇപ്പോൾ ഒരാൾ ഒരു 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 നമുക്കൊരു 25,000 രൂപ കൈക്കൂലി കൊടുക്കേണ്ട ഒരു കാര്യം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു 10,000 രൂപ വിലയുള്ള ഒരു സ്കോച്ച് കൊടുത്താൽ അതങ്ങ് നിൽക്കും അതിനകത്ത്. അപ്പോൾ ഈ കുടിയന്മാരുടെ ഈ ആർത്തി നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാരണം അവർക്ക് ഇതെങ്ങനെയെങ്കിലും കിട്ടിയാൽ അത് മതി. ഇത് ഇത്രയും വിപുലമായ ശേഖരം ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടി വെച്ചേക്കാണ്. ഒരു വീട്ടിൽ വെക്കാവുന്ന മദ്യത്തിന് അളവുണ്ട്. അതിൽ കഴിഞ്ഞത് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടല്ലോ അബ്കാരി ആക്ട് അനുസരിച്ചുള്ള ഒഫൻസ് വരും. പക്ഷെ പലതിലും ഇപ്പോൾ നേരത്തെ RTO പിടിച്ച കേസിലൊന്നും അബ്കാരി ആക്ടിൻ്റെ ഒരു അനക്കവും ഇപ്പം നമ്മൾ കാണുന്നില്ല. അത് വേറെ കാര്യം, എനിക്കറിയില്ല എന്താണെന്ന്. ചിലപ്പോൾ വരുമായിരിക്കും. എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അത് കേസെടുക്കേണ്ട ഒരു കാര്യമാണ്. അതെടുത്ത് കൊണ്ടുപോയില്ലോ എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ വയ്യ. ഇപ്പോൾ ഏതായാലും അതങ്ങ് മുങ്ങിപ്പോയി. അടുത്ത വാർത്ത വരുമ്പോൾ ഇത് മുങ്ങുമല്ലോ. ഇപ്പോൾ അലക്സ് മാത്യു കുറേ ദിവസം പച്ച പിടിച്ചിങ്ങനെ നിൽക്കും. പിന്നെ ഈ ഇവന്മാർക്കൊക്കെ ഈ പിടിക്കപ്പെടുമ്പോൾ ഒരു കാര്യം ഉണ്ടാവും, അവരുടെ പരിശോധനയിൽ അവരുടെ ECG ഒക്കെ അങ്ങ് വേരി ചെയ്യും. ശരിയാ, പേടിച്ച ഒരു പ്രതീക്ഷയില്ലാതാണല്ലോ ഈ പിടുത്തം വീഴുന്നത്. ആഗ്രഹിച്ച് പോയതാ കാശ് പണം കൈ കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ കിട്ടിയത് വിജിലൻസിനെയാണ് കൈ കിട്ടിയത്. അതാണ് പ്രശ്നം. അപ്പോഴത്തേക്ക് ECG വേരിയേഷനായി, പിന്നെ ആശുപത്രിയിലാക്കി. ഇനി അവിടെ നിരീക്ഷണം, ആശുപത്രിയിൽ ഒബ്സർവേഷൻ വേണ്ടി വരും. ചിലപ്പോൾ ഇവർക്കൊക്കെ ഹൈപ്പർ ടെൻഷനും ഒക്കെ കാണും. കാരണം ഈ അനധികൃതമായിട്ട് പണം ഉണ്ടാക്കുന്നവനെല്ലാം ഇതുണ്ടാവും, കുറ്റമൊന്നുമില്ല. കാരണം ഈ പണം ഉണ്ടാക്കിയെടുക്കുന്ന പണം എങ്ങനെ സൂക്ഷിച്ചു വെക്കും എന്നുള്ള ഒരു ഭയം. പിന്നെ അത് സൂക്ഷിക്കാൻ ഇതുപോലെ നിക്ഷേപങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കള്ള നിക്ഷേപം നടത്തിയ അവസാനം ഇതിൻ്റെ സോഴ്സ് കാണിക്കേണ്ട ഗതികേട് വരും. എവിടുന്ന് കിട്ടി ഈ പണമെന്ന് ചോദിക്കുമ്പോൾ അതിനൊരു മറുപടി വേണം. അത് പണ്ടത്തോടൊന്നും അല്ല, ഇപ്പം നല്ല അന്വേഷണം വരും. പിന്നെ ബാങ്കിലൊന്നും ഇപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റുകയില്ല. പണം കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ നിക്ഷേപം വലിയ തുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വരും. ഏതായാലും ഇയാൾക്ക് 29 ലക്ഷം രൂപയുടെ നിക്ഷേപം അവിടുന്ന് രസീത് കണ്ടെടുത്തിട്ടുണ്ട്, കുറേ പണം കണ്ടെടുത്തിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ വിപുലമായ മദ്യശേഖരവും കണ്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവനൊക്കെ നാണമില്ല എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതുപോലെ കിട്ടുന്ന ശമ്പളം വാങ്ങിച്ചുകൊണ്ട് വലിയൊരു പദവിയിൽ ഇരിക്കുകയാണ്. ഇതിന് മുമ്പിരുന്ന ആളുടെ കാര്യം ഒരാൾ പറയുന്നത് കേട്ടു. ഈ മനോജ് തന്നെ പറഞ്ഞു, മനോജിൻ്റെ വെർഷനാണ്. അയാൾ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒരു ഗ്യാസ് ഏജൻസിക്കാരൻ അവസാനം ഇതുപോലുള്ള ഭീഷണിക്ക് 1 ലക്ഷം രൂപ അന്നേരം ഡയറക്റ്റായിട്ട് എടുത്തു കൊടുത്തു. ഇതിന് തൊട്ട് മുമ്പിരുന്നു. അത് ഇപ്പം മണ്ണടിച്ചൊന്നും നമുക്കറിയത്തില്ല, അതോ ജീവിച്ചിരിപ്പുണ്ടെന്ന് എനിക്കറിയാല്ല. എന്തായാലും ഗുണം പിടിക്കത്തില്ല. കാരണം ഇത് അത്ര പ്രായിക്കൊണ്ടാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത്. നേരെ നല്ല ഇഷ്ടത്തോടുകൂടി ആരും കൈക്കൂലി കൊടുക്കത്തില്ല. കാരണം അയാളുടെ അന്തസ്സ് തന്നെ ഏതാണ്ട് പണയം വെച്ചാണ് ഈ കൈക്കൂലി കൊടുക്കുന്നത്. അയാൾക്ക് ലീഗലായിട്ട് കിട്ടാനുള്ളൊരു കാര്യം അത് കിട്ടുന്നില്ല. അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് അയാളെ ഒരു ലോഫുൾ മീൻസിൽ അയാൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു ബിസിനസ്സിൽ ഇല്ലീഗലായിട്ട് ഇടപെടുന്നു. അതുമൂലം അയാൾക്ക് നിവൃത്തിയില്ലാതെ കാശ് കൊടുക്കേണ്ടതായിട്ട് വരുന്നു ഭീഷണിക്ക്. അത് ഒരാളെ അന്തസ്സിനെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്രത്തോളം സങ്കടപ്പെട്ടേ ഈ പണം കൊടുക്കുള്ളൂ. അതുകൊണ്ട് ഇതൊന്നും പറയാൻ ഒക്കത്തില്ല ഇവർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത്. ഇത് വാങ്ങിച്ച് തിന്നുന്നവന്. ഏതായാലും ഇപ്പോൾ നമ്മൾ ഇത് കണ്ടു. ഇനി ഇയാളെ മരിക്കുന്നവരെ ഈ ക്ലൗഡ്, അതായത് ഇയാളെ മുകളിൽ അടിഞ്ഞ ഈ കാർമേഘം മാറ്റിക്കളയാൻ പറ്റുമോ? ഈ നിഴല് ഒരിക്കലും മാറ്റിക്കളയാൻ പറ്റത്തില്ല. അത്രത്തോളം വൃത്തികേട്ടിലേക്ക് പോയി കഴിഞ്ഞു അത്. ഏതായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഇങ്ങനെ അദ്ദേഹം സസുഖം കിടക്കുകയാണ്. ഇനി താമസിക്കാതെ ജയിലിലേക്ക് മാറേണ്ട ഗതികേട് വരും. ഏതായാലും നനച്ചാലും കുളിച്ചാലും മാറത്തില്ല. ആ രീതിയിലുള്ള ഒരു പേരുദോഷം കിട്ടിക്കഴിഞ്ഞു അലക്സ് മാത്യുവിന്. അതായത് ഇത്രയും നല്ല ഉദ്യോഗത്തിലിരിക്കുന്നു, ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ് IOC ഉള്ളത്. ഈ IOCയുടെ ഈ പവർ എടുത്തു മാറ്റാനായിട്ട് ആന്ധ്ര ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഒരു ഏജൻസി സമീപിച്ചിരുന്നു. ആ കേസുണ്ടല്ലോ, അതായത് അനന്തമായിട്ട് ആ കേസ് അങ്ങ് നീണ്ടു. അതിന് ഉത്തരവ് പറയത്തില്ല. വാദമൊക്കെ കേട്ടു, ഉത്തരവ് വരത്തില്ല. അവസാനം സുപ്രീം കോടതി സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ കൊണ്ട് ആണ് സുപ്രീം കോടതി പറഞ്ഞു അത് ആന്ധ്ര ഹൈക്കോടതി വാദം കേട്ടല്ലേ, വിധി പറയട്ടെ എന്ന് പറഞ്ഞു. ഏതായാലും അവസാനം അത് ആന്ധ്ര ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് അത് വിധി പറഞ്ഞു. അത് ഈ ഗ്യാസ് ഏജൻസിക്കാരന് എതിരാണ്. ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ പവർ എടുത്ത് മാറ്റണം. ഇല്ലെങ്കിൽ ആ പവർ ഉപയോഗിച്ച് യുവന്മാരൊക്കെ കൂടെ ഇതേപോലെ ഈ ഏജൻസി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളെ ഉപദ്രവിക്കും.
അത് നമ്മൾ ഇതിൽ നിന്ന് തിരിച്ചറിയേണ്ടതാണ്.